ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിരുന്ന ഒരു സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കാത്തവരാണെങ്കിൽ അത് കേട്ടിട്ട് വേണം ബാക്കി കേൾക്കാനായിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അദ്ദേഹം നിഷിദ്ധ പ്രണയത്തിൻ അഭിനിവേശത്തിൽ ഇരുവട്ടം മിടിക്കുമ്പോൾ ഞാൻ ആദിയുടെ കണ്ണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്താ അമ്മേ? ഉറക്കം വരുന്നുണ്ട്, പോയി കിടന്നോ. അവൻ്റെ ചിരി കാണുമ്പോൾ ആ കവളിലൊന്ന് ചുണ്ടമർത്തണമെന്ന് തോന്നുന്നു. അവനിനി എന്തെങ്കിലും വിചാരിക്കുമോ? അതിന് തൻ്റെ ഈ മനസ്സിലെ ഈ മോഹം അവൻ അറിയുമോ? ആലോചിച്ച് തീരും മുന്നേ എൻ്റെ ചുണ്ടുകൾ അവൻ്റെ കവളിൽ ഞാൻ അമർത്തിക്കൊണ്ട് പറഞ്ഞു, ഗുഡ് നൈറ്റ്. ഞാൻ തരണ്ടേ? എന്ത്? ഞാനൊന്നും അറിയാത്ത പോലെ അവനോട് ചോദിച്ചു. എനിക്ക് മാത്രം തന്നാൽ മതിയോ? തന്നോ. ഞാൻ ഒന്നുകൂടെ അടുപ്പിച്ചിരുന്നു കൊണ്ട് അതിമനോഹരമായ കണ്ണിലേക്ക് ഇമ വെട്ടാതെ നോക്കി. അവൻ്റെ കഴുത്തിലൂടെ എൻ്റെ കൈകളെ കോർത്തു പിടിച്ചു. എൻ്റെ മനസ്സ് ആവേശം കൊണ്ട് തുടിക്കുമായിരുന്നു. ഈശ്വര, ഇതെന്തും മറിമായം! ആദിയുടെ കണ്ണിലെ നിശ്ചയദാർഢ്യം എൻ്റെ മനസ്സിനെ കീഴടക്കി. അവൻ എൻ്റെ കവിളിൽ ചുംബിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ എൻ്റെ ചുണ്ടിൽ ചുണ്ട് ചേർത്തു. അമ്മേ, ഉറക്കം വരുന്നുണ്ട് പറഞ്ഞിട്ട് എന്താലോചിക്കുക? ഒന്നുമില്ല. ഞാൻ വേഗം എണീറ്റുകൊണ്ട് മുടിയും മുന്നിലേക്ക് വിരിച്ചിട്ട് നടന്നു. ചുമ്മാ തിരിഞ്ഞൊന്ന് നോക്കിയതും ആദ്യം എന്നെ കണ്ണും തള്ളി നോക്കുന്നത് ആ ഒരു നിമിഷത്തിൽ ഞാൻ അറിയാതെ കണ്ടു. എനിക്കങ്ങ് വല്ലാതെയായി. അപ്പോൾ ആദിമോനും എൻ്റെ സൗന്ദര്യം ഞാൻ കാണാതെ ആസ്വദിക്കുന്നുണ്ടോ? ഒരിക്കലും എൻ്റെ വസ്ത്രങ്ങൾ കൈകൊണ്ട് തൊടുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. അയയിലിടുമ്പോൾ എൻ്റെ ഇന്നറടക്കമുള്ള വസ്ത്രമെല്ലാം ഞാൻ തന്നെയാണ് എടുക്കാൻ അവൻ പറയാറുള്ളതും. ബെഡിൽ കിടന്ന ശേഷം ഞാൻ ശരിക്കും മറ്റേതോ ലോകത്തായിപ്പോയി. ആദ്യം ഞാൻ അങ്ങനെ എൻ്റെ കാമുകനായി കാണാൻ തുടങ്ങുന്നത് ആ നിമിഷം ഞാൻ തീരുമാനിച്ചു. ഞാൻ എത്ര ശ്രമിച്ചാലും ഉള്ളുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞാലും ആദിമോനെ കാമുകനല്ലാതെ എനിക്ക് കാണാൻ കഴിയില്ലെന്ന്. നാണം കൊണ്ട് എൻ്റെ മുഖം തുടുക്കുന്നതാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ ശരിയാണ്. അത്രയ്ക്കും എക്സൈറ്റഡാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ ആരോരുമില്ലാത്തവളാണെന്ന ചിന്ത ഡിവോഴ്സിന് ശേഷം ഏറെ നാളുണ്ടായിരുന്നു. മനസ്സിൽ വിഷാദം പടരുമ്പോൾ പലപ്പോഴും എൻ്റെ ആദിമോൻ്റെ മുഖം വന്നതുകൊണ്ടാവാം ഞാനൊരു ഭ്രാന്തിയായി മാറാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ എല്ലാം അവനാണെന്നറിയുമ്പോൾ സത്യത്തിൽ എനിക്ക് ജീവിതത്തിലെ നഷ്ടപ്പെട്ട ചായക്കൂട്ടുകൾ തിരികെ കിട്ടുന്ന പോലെ അവനെ കെട്ടിപ്പിടിച്ചുറങ്ങണമെന്ന് തോന്നിക്കുകയാണ് എൻ്റെ മനസ്സ്. സാരമില്ല, ഇനി അജ്ഞാതനായ ഒരു കാമുകനെ ഓർത്ത് സ്വപ്നം കണ്ട് മനസ്സിനെ പൂവണിയിക്കണ്ടല്ലോ. എൻ്റെ ആദിമോനുണ്ടല്ലോ, അവനും ഞാനുമൊത്തുള്ള വരാൻ പോകുന്ന സുന്ദര നിമിഷങ്ങളുടെ ട്രെയിലറാണ് ഇതൊക്കെയെന്ന് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രായത്തിൻ്റെ ആവേശം എൻ്റെ ഉള്ളിൽ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. 40 വയസ്സുകാരിയിൽ നിന്ന് കൗമാരക്കാരിയിലേക്ക് എൻ്റെ മനസ്സ് പരകായ പ്രവേശം നടത്തുകയാണോ? കലർപ്പില്ലാത്ത പ്രണയം എൻ്റെ ഉള്ളിൽ നിന്ന് ഉടലെടുക്കുകയാണോ? എവിടെ നിന്നോ തണുത്ത ഇളം കാറ്റ് എൻ്റെ മുഖത്ത് തഴുകി കടന്നുപോയി. ജനാലയുടെ ഒരു പാളി തുറന്നു കിടക്കുന്നു. അയ്യോ, ഞാൻ വാതിലടച്ചോ? ഞെട്ടിപ്പിടഞ്ഞ് ഞാൻ എണീറ്റു. ബെഡ്റൂം വാതിൽക്ക് ചെന്ന് നോക്കുമ്പോൾ ആദ്യ TV-യിൽ അങ്കലകാതെ എന്ന പാട്ടും കേട്ടിരിക്കുന്നു. കള്ളൻ്റെ മനസ്സിൽ മൊത്തം ലവാണ്. അതെനിക്കറിയാം. ഞാനില്ലാത്തപ്പോഴാണ് അവൻ പലപ്പോഴും ഇതുപോലെ മൂഡാകുന്ന റൊമാൻറ്റിക് സോങ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചിരി വന്നു. അവന് പക്ഷേ കിയാരയും കൃതി സനോണിനെയും പോലെയുള്ള സുന്ദരിമാരെ ആയിരിക്കും സ്വപ്നം കാണുക. ഞാനൊക്കെ പ്രായമായില്ലേ എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. എൻ്റെ മൂഡ് പോകുമെന്നായപ്പോൾ ഞാൻ വേഗം വാതിൽ കുറ്റിയിട്ട് കൊണ്ട് എൻ്റെ പരിപാടിയിലേക്ക് കടന്നു. സ്വപ്നങ്ങളുടെ ലോകത്തിലേക്ക് ചിറക് വിരിച്ച് പാറിപ്പറന്ന് നടന്ന ഞാൻ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് ഓഫീസിലിരിക്കുമ്പോൾ സുമയോട് മനസ്സിലുള്ളത് പറയണോ വേണ്ടയോ എന്ന ചിന്ത എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ഊണ് കഴിക്കുന്ന സമയമാവട്ടെ എന്ന് ഞാൻ ഓർത്തു. എന്താടി ഇടയ്ക്കിടെ താനേ ചിരിക്കുന്നുണ്ടല്ലോ എന്ന് സുമി അവളുടെ ടേബിളിലിരിക്കുമ്പോൾ എനിക്ക് വാട്സാപ്പ് ചെയ്തു. ഞാൻ അതിനൊരു സ്മൈലി മാത്രം അവൾക്ക് അയച്ചു. ഓഫീസിൽ അധികം വൈകാതെ തിരക്കായി. ഞാൻ പിന്നെ കുറച്ച് ടൈപ്പ് ചെയ്യാനും പേപ്പർ പ്രിപ്പയർ ചെയ്യാനും ഉണ്ടായിരുന്നത് കൊണ്ട്
ഊണ് കഴിക്കാൻ വൈകി. സുമി അതിൻ്റെ ഇടയ്ക്ക് വന്നെങ്കിലും എനിക്ക് സംസാരിക്കാനായില്ല. നീ ഇറങ്ങാറായോ? ആ സുമി, എങ്കിലിറങ്ങാം. ഓപ്പോസിറ്റ് ഒരു ഐസ്ക്രീം ഷോപ്പ് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് പോയാലോ? പിന്നെ ശ്രേയയ്ക്ക് വീട്ടിലേക്കൊരു കപ്പി വാങ്ങി വെക്കാനും അവൾ പറഞ്ഞിട്ടുണ്ട്. പോകാം. ഞാൻ ചിരിച്ചുകൊണ്ട് തലകുലുക്കി. തൻ്റെ മാമ്പഴ സാരിയും വലിയ ജിമിക്കി കമ്മലും ഞങ്ങൾ നടക്കുമ്പോൾ എന്നെ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് മനസ്സിലൊരു പുതുമ നിറച്ചു. നോക്കിക്കോ, പക്ഷെ സ്വന്തമാക്കാൻ നോക്കണ്ട എന്നെൻ്റെ മനസ്സിലാരോ പറഞ്ഞു. സുമിയോടൊപ്പം ഞാനിരുന്ന് ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങുമ്പോൾ അവൾ നുണഞ്ഞു പറഞ്ഞു, ജോലി കഴിഞ്ഞ് ഇത്ര നേരമായിട്ടും നിൻ്റെ പ്രസരിപ്പ് ഇതുവരെ മാറിയില്ലല്ലോ. എന്തോ പെണ്ണിൻ്റെ മനസ്സിലുണ്ടല്ലോ, സത്യം പറയടി. ഒന്നുമില്ല. നാണത്തിൽ പൊതിഞ്ഞ ചിരിയുമായി ഞാൻ തല താഴ്ത്തി മറുപടി പറഞ്ഞു. മനസ്സിൽ മിഥുനമഴ കൊണ്ട് മോഹം നിറയ്ക്കും മാരനെക്കുറിച്ച് ഓർത്തതും എൻ്റെ ഫോണിൽ റിങ് ചെയ്യാൻ തുടങ്ങി. മിടിപ്പ് കോളിംഗ്. ഇതെന്താ മിടിപ്പ്? ആരാണിത്? ഞാൻ അവളോട് മറുപടി പറയാതെ ഫോൺ എടുത്തു. ആദിമോനെ. അമ്മേ, ഞാൻ വീടെത്തി. കീ എവിടെയാ? കാണുന്നില്ലല്ലോ. പൂച്ചട്ടിയുടെ അടിയിൽ കാണും മോനു. ഫോൺ കട്ട് ചെയ്ത ശേഷം ഞാൻ ബാക്കിയുള്ള ഐസ്ക്രീം വേഗം കഴിച്ചു തീർത്തു. നോക്കിയിരിക്കാതെ വേഗം കഴിക്കടി. എവിടെ ചെന്നാലും ആമ്പിള്ളേർ നിന്നെ നോക്കുന്നുണ്ടല്ലോ. എന്നെ ഒന്നും ആർക്കും വേണ്ട, നിനക്കുള്ളതല്ലേ എനിക്കുള്ളൂ. നീ ഒന്ന് പോയേ, അവർ നോക്കിക്കോട്ടെ. നിൻ്റെ മോനെ ഞങ്ങളാരും നോക്കാൻ പാടില്ല, നിന്നെ എല്ലാവരും നോക്കുകയും വേണം അല്ലേടി? എന്തൊരു സാധനമാണ് നോക്കിയേ. ഞാൻ ഇറങ്ങുന്നു. എൻ്റെ മനസ്സിലുള്ളത് കൃത്യമായി ഈ സാധനം എങ്ങനെ അറിഞ്ഞോ ആവോ. ഞാൻ ബില്ലും കൊടുത്തുകൊണ്ട് വേഗം ഇറങ്ങാനായി ധൃതി കൂട്ടി. ആദിമോനെ ഓർക്കുമ്പോഴേ മനസ്സിൽ കുളിര് കോരുന്നു. പവിത്രമായ പ്രണയത്തിൽ ഞാൻ വീണ് വീണ് അലിഞ്ഞില്ലാതാകുന്ന പോലെ. സ്റ്റീരിയോ വീടെത്തും വരെ പാടിക്കൊണ്ടിരുന്നു എനിക്കിഷ്ടമുള്ള പാട്ടുകളിലൊന്ന്. അതിനൊപ്പം ഞാൻ മൂളിക്കൊണ്ടിരുന്നു. ഓളം തുളുമ്പുന്നു തുമ്പിൽ ഓലഞ്ഞാലി തേങ്ങി വിരഹാർദ്രം ഓടക്കൊമ്പിൽ ഓളം തുള്ളി കാറ്റിൻ കൊരലാരം നീ. കാറിൽ വീട്ടുമുറ്റത്തെത്തുമ്പോൾ കണ്ട കാഴ്ച എന്നെ ആകെ ഞെട്ടിച്ചു. നെഞ്ഞുലഞ്ഞു പോയി. ഞാൻ കാറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു നിമിഷം നിന്ന് കണ്ണിമ വെട്ടാതെ നോക്കിപ്പോയി. രേഷ്മ ആൻറ്റി കിട്ടുന്നുണ്ടോ? ഇച്ചിരി കൂടെ ഉയരത്തി പൊക്കേണ്ട ആദി. നാശം, എൻ്റെ ആദിമോനെ കൊണ്ട് അവളെ പൊക്കി പിടിച്ചതായിരിക്കണം. താഴെ വീഴാതിരിക്കാൻ എന്ന പോലെ അവൾ എൻ്റെ ആദിമോനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. പതിയെ വീട്ടുമുറ്റത്തെ മൂവാണ്ടൻ മാമ്പഴം പറിക്കാനുള്ള ചാട്ടമാണ്. രേഷ്മ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവൾ അപ്പുറത്തെ വീട്ടിലെ മൂത്ത മരുമകളാണ്. ആദ്യമൊക്കെ എന്നോട് സൗഹൃദം സ്ഥാപിക്കാനാണെന്ന് ഞാൻ കരുതിയത്. പക്ഷേ എൻ്റെ ആദിമോനെ വളയ്ക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. കാറ് പതിയെ പോർച്ചിലേക്ക് നിർത്തിയിട്ട് കലി കയറിയ പോലെ ഞാൻ ഡോറ് വലിച്ചടച്ചു. ആദി. കലിപ്പോടെ ഞാൻ ഉച്ചത്തിൽ അവനെ വിളിച്ചതും അവൻ രേഷ്മയെ താഴെ ഇറക്കി. അവൾ എൻ്റെ ആദിയുടെ നെഞ്ചിൽ ചേർന്ന് ഊർന്നിറങ്ങുമ്പോൾ അവളുടെ ശരീരം പരമാവധി അവൻ്റെ വിയർത്ത നെഞ്ചിൽ ഉരച്ചുകൊണ്ട് നിലത്തേക്ക് പതിയെ കാലുകുത്തി. എൻ്റെ ദേഷ്യത്തിൻ്റെ കാരണം ആദിമോന് മനസ്സിലായില്ലെങ്കിലും രേഷ്മയ്ക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാണല്ലോ അവൾ ക്രൂരമായിട്ട് ചിരിച്ചുകൊണ്ട് മാമ്പഴവും കഴിച്ചുകൊണ്ട് എന്നോടൊന്നും പറയാതെ ഇറങ്ങിയത്. ഞാനും വീട്ടിലേക്ക് കയറിയപ്പോൾ ആദ്യം എന്നെ പിന്തുടർന്നു. ഹാളിൽ വെച്ച് ആദ്യം എൻ്റെ മുന്നിൽ ഒന്നും മിണ്ടാതെ ചുവരിൽ ചാരി തല താഴ്ത്തി നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ആദി, ഇനി മേലെ രേഷ്മയെ വീട്ടിൽ കണ്ടുപോകരുത്, മനസ്സിലായല്ലോ? എന്താ അമ്മേ കാര്യം? അവൾ ശരിയല്ല, അതന്നെ കാര്യം. എനിക്കറിയാം അമ്മേ, അമ്മ പറയുന്നത് ആൻറ്റി എന്നെ വളയ്ക്കാൻ നോക്കുന്നു എന്നല്ലേ. ഞാൻ അങ്ങനെയൊന്നും പിടി കൊടുക്കാതിരുന്നാൽ പോരെ? നീ ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി തൽക്കാലം. ഞാനൊന്ന് കലിപ്പിച്ചു. പക്ഷേ അപ്പോഴും എൻ്റെ കണ്ണിൽ ആ കാഴ്ച തന്നെയായിരുന്നു. ശരി, അമ്മയ്ക്ക് ഞാനവരെ കയ്യിലെടുത്ത് ഇഷ്ടമായില്ലല്ലേ?
ഇഷ്ടമായില്ല. ഞാനതും പറഞ്ഞുകൊണ്ട് കുളിക്കാനായി സോപ്പും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. വന്ന് കയറിയ ആവേശത്തിന് അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. എന്നാലും അവൻ അങ്ങനെ മറ്റൊരു പെണ്ണിനോട് ഇഴുകിച്ചേരുന്നത് കാണുമ്പോൾ പെരുവിരലിൽ അരിച്ചു കയറുന്നുണ്ട്. ഭർത്താവ് ഗൾഫിലേക്ക് പോയ പിന്നെ അവൾ സൂക്കേട് മൂത്ത് നിൽക്കുകയാണെന്നറിയാം. അമ്മായിയപ്പൻ കൂടെ ചത്തേ പിന്നെയാണ് അവൾക്ക് ഇത്രയും അസ്കിത കൂടിയത്. അവൾക്ക് എൻ്റെ ആദിമോനെയാണോ കിട്ടിയേ? ഷവറിൽ നനയുമ്പോൾ ഞാൻ അവളെ ശരിക്കും പ്രാഗിയെങ്കിലും ആദിമോൻ മറ്റൊരു പെണ്ണിനെ പ്രേമിക്കുന്നതോ കാമിക്കുന്നതോ എന്നെക്കൊണ്ട് താങ്ങാൻ കഴിയില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഇതിനു മുമ്പും രേഷ്മയുടെ കാര്യം പറഞ്ഞ് ഞാൻ ആദ്യമേ വിലക്കിയിട്ടുണ്ട്. അവനും ഇനി അതിനു വേണ്ടിയായിരിക്കുമോ? ദൈവമേ, എൻ്റെ കൊച്ചിനെ നീ കാത്തോണല്ലേ. ഏതോ ഒരു ഉൾപ്രേരണയിൽ നിന്നോണം ഞാനൊരു സ്ലീവ്ലെസ് മാക്സി മാത്രം എടുത്തണിഞ്ഞു. ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ തയ്യാറാവാത്തത് അവൻ അറിയുന്നുണ്ടാകുമോ? അവൻ എൻ്റെ കാമുകിയാവാൻ ഞാൻ കൊതിക്കുന്നത് കൊണ്ടാണെന്ന്. ഞാൻ വസ്ത്രം മാറി ഹാളിലേക്ക് വന്നപ്പോഴും ആദ്യം കുളിച്ചെത്തിയിരുന്നു. ഒരു ട്രാക്ക് സ്യൂട്ടിൻ്റെ പാൻസ് മാത്രം ഇട്ട് വന്ന അവനെ ഞാൻ ആദ്യമായി കാണുന്നത് പോലെ നോക്കുകയായിരുന്നു. സുമി പറഞ്ഞത് ഞാൻ ഓർത്തു. കാളക്കുട്ടൻ തന്നെ. അവൻ്റെ വിരിഞ്ഞ മാറും ഒതുങ്ങിയ അരക്കെട്ടും മസിൽ ഉരുണ്ടു നിൽക്കുന്ന കൈകളുമൊക്കെ ഞാൻ ആദ്യമായി തിരിച്ചറിയുകയായിരുന്നു. പിണക്കം മറന്നുകൊണ്ട് ഞാനും അവനും ഒന്നിച്ച് നോക്കി ചിരിച്ചു. ഞങ്ങളുടെ കണ്ണുകൾ കോർക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖലഹരി ഉണ്ടായിരുന്നു. മനസ്സിൽ നിറയെ പുതുമ നിറയ്ക്കുന്ന വശ്യമായ കാമത്തിൻ്റെ അനുഭൂതി. ശേഷം സോഫയിൽ ചേർന്നിരുന്നു കൊണ്ട് ഞാനും അവനും TV കാണാൻ ആരംഭിച്ചു. എൻ്റെ ഹൃദയം വല്ലാതെ ഒരു പിടയ്ക്കുന്നുണ്ടായിരുന്നു. എങ്കിലും എന്തോ ഒരു ഇഴച്ചിൽ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു. എൻ്റെ മുഖത്തെ വാട്ടം ഭക്ഷണം കഴിക്കുമ്പോൾ ആദിമോൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രേഷ്മയോട് ഇനി അവൻ അടുക്കില്ലെന്നും അവൻ എനിക്ക് വാക്ക് തന്നപ്പോൾ എൻ്റെ മുഖം നാണത്താൽ തുടുത്തു. അവൻ എൻ്റെ മൂക്കിൽ ഇരുവിരൽ കൊണ്ട് പിടിച്ചമർത്തിയപ്പോൾ എനിക്ക് ശരിക്കും പൂത്തുലഞ്ഞു പോയി. മോനു, അമ്മക്കുട്ടി, പറ മോനൂട്ടാ. ഈയിടെയായി അമ്മയ്ക്ക് കുശുമ്പിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്താ നീ ഇങ്ങനെ പറയുന്നേ? അല്ല, എനിക്ക് കിട്ടിയ ലവ് ലെറ്ററൊക്കെ അമ്മയെടുത്ത് നോക്കിയെന്ന് ഞാൻ അറിഞ്ഞു. ചുമ്മാ നോക്കാനും പാടില്ലേ? അമ്മയ്ക്ക് ഞാൻ വഴിതെറ്റി പോകുമെന്ന് പേടിയുണ്ടല്ലേ? ഉണ്ടെങ്കിൽ? ഞാനത് പറഞ്ഞപ്പോൾ എൻ്റെ മൂക്കിൽ നിന്നും വിയർപ്പ് പൊടിയുന്നുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ വാതിൽ പയ്യെ പയ്യെ എൻ്റെ മോൻ തുറക്കുന്ന പോലെ എനിക്ക് തോന്നി. ഈശ്വര, ഇത്രയും നാളും എൻ്റെ സ്വകാര്യത പോലെ എൻ്റെ മോഹങ്ങൾ എന്നിൽ ചിറകടിക്കാൻ പേടിച്ചിരുന്നു. ഇന്നിപ്പോൾ അതെൻ്റെ മുന്നിലിരിക്കുന്ന കാമുകനൊപ്പം കുത്തിമറിയാനാണ് കൊതിക്കുന്നത്. എന്ത് ചക്ക, നീ ഇത് വല്ലതും അറിയുന്നുണ്ടോ എന്ന് ഞാൻ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിരുന്നു. എന്താ അമ്മേ വല്ലാത്തൊരു നോട്ടം? അവൻ്റെ ചോദ്യമാണ് എന്നെ ഉണർത്തിയത്. ആർത്തിയോടെയാണോ ഞാൻ അവനെ നോക്കിയതെന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി. എൻ്റെ മുഖം ചുവന്ന് തുടുത്തിരുന്നോ? നീ ഇത്ര വലുതായെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ മറുപടി കേട്ട് ആദ്യം ഒന്ന് പകച്ചെന്ന് തോന്നി. വാ, ഞാൻ ഡിന്നർ എടുത്ത് വെക്കാം. അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് നടന്നു. സുമി എന്ന് പറഞ്ഞ വാക്കുകൾ അപ്പോഴും എൻ്റെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. രേഷ്മയും അവൻ്റെ കൂടെ കുത്തിമറിയാനാണല്ലോ അവനെ വശീകരിക്കാൻ ഇങ്ങോട്ടേക്ക് വരുന്നതും. എൻ്റെ മനസ്സ് കടിഞ്ഞാൻ പൊട്ടിയ കുതിരയായി പായാനും തുടങ്ങി. സുമി പറയുന്നതിലും തെറ്റ് പറയാനില്ല. ഏതു പെണ്ണും കൊതിക്കുന്ന ശരീരഭംഗിയാണ് ആദിക്ക്. തികച്ചും യാന്ത്രികമായ എന്നോണം ഞാൻ ആഹാരം വിളമ്പി. ഒന്നും മുരിയാടാതെ ഞങ്ങൾ അത്താഴം കഴിച്ചു. എൻ്റെ മനസ്സേതോ സ്വപ്നലോകത്തായിരുന്നു. അന്ന് ആദ്യമായി ആദിയുടെ സാമീപ്യം മറ്റേതോ തരത്തിൽ എനിക്ക് അനുഭവപ്പെടുകയായിരുന്നു. രാത്രി ഗുഡ് നൈറ്റ് പറഞ്ഞ് മുറിയിലേക്ക് പോയപ്പോഴും എൻ്റെ മനസ്സ് അവനോടൊത്തായിരുന്നു. ഒരു ചുവരിൻ്റെ ദൂരത്തിൽ ഞാൻ സ്വപ്നം കാണുന്ന സ്വർഗീയ സുഖം എനിക്ക് സഹിക്കാനാവുന്നില്ലായിരുന്നു. സുമിയെന്ന് പറഞ്ഞ ന്യായം എന്നെ പൂർണ്ണമായും വിവശയാക്കി. മകനായാലും അവനൊരു പുരുഷനല്ലേ? ഇതുവരെ ഒരു പുരുഷനെയും മോഹിക്കാത്ത ഞാനെന്തേ ഇപ്പോൾ ഇവനെ ഓർത്ത് എരിപിരി കൊള്ളുന്നു? വികാരം എന്നെ വഴിതെറ്റിക്കുന്നതാണോ അതോ വിലക്കപ്പെട്ട ഖനിയുടെ മാധുര്യമാണോ? എനിക്കറിയില്ല. മതഭരിതമായ സങ്കല്പങ്ങളിൽ എൻ്റെ മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങി. ആദ്യ സ്വപ്നം കണ്ട് കിടന്ന ഞാൻ റൂമിൻ്റെ ഡോറ് തള്ളി തുറന്നു വരുന്ന ആദ്യയെ കണ്ട് ചെറുതായി ഒന്ന് പകച്ചു. എന്താ മോനു? ഞാൻ ചോദിച്ചു. അവൻ മറുപടിയൊന്നും പറയാതെ എൻ്റെ മിഴികളിൽ നോക്കി നിൽക്കുന്നു. അവൻ്റെ ചുണ്ടുകൾ വിറയ്ക്കുന്നു. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ്?
പ്രണയമോ അതോ കാമമോ? ഒരു രീതിയിൽ ചിന്തിച്ചാൽ രണ്ടിൻ്റെയും അർത്ഥം ഒന്നു തന്നെയാണല്ലോ. എവിടെ നിന്നോ ഒരു തണുത്ത കാറ്റ് ഞങ്ങളെ തഴുകി കടന്നു പോകുന്നു. ജനൽപ്പാളി അടച്ചില്ലേ? കുളിർമുള്ള ആ കാറ്റിന് പ്രണയത്തിൻ്റെ സുഗന്ധമാണോ? ഞാനും ആദിമോനും പരസ്പരം കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അമ്മക്കുട്ടി, അവൻ്റെ സ്വരത്തിൽ എന്തോ ഒരു മാധുര്യമുള്ളതുപോലെ. എന്തോ? ഞാൻ പതിഞ്ഞ സ്വരത്തിൽ അവൻ്റെ വിളിക്ക് മറുപടി നൽകി. അവൻ കുറച്ചുകൂടെ അടുത്തേക്ക് വന്ന് എൻ്റെ മുഖം അവൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്ത് എന്നെ തന്നെ നോക്കി നിന്നു. അമ്മക്കുട്ടിക്ക് എന്നോട് പ്രണയമാണോ? അവൻ്റെ ചോദ്യം കേട്ട് എൻ്റെ ഹൃദയടിപ്പിൻ്റെ താളം കൂടി, ശ്വാസമെടുക്കുന്നതിൻ്റെ വേഗം കൂടി, നാഡീഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് പോലെ. അവൻ്റെ